ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. ഉണ്ടല്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, ജോലിയാവാം, ഇനി അതിലൊരു പ്രൊമോഷൻ ആവാം. എന്താണോ നിങ്ങളിവിടെ ഏത് കാര്യത്തിലൊരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതിയിട്ട് നോക്കിയിരിക്കുകയാവാം, റിസൾട്ട് നോക്കിയിരിക്കുക, അവിടെ നല്ലൊരു വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ ആണോ, അവിടെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകും. എന്തൊക്കെയോ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത കേൾക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന എനർജി. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താവാം, നിങ്ങളുടെ പ്രവർത്തികൾ നല്ല ഇതാണെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജിയും ആവാം. മനസ്സിലായി? അങ്ങനെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സക്സസ്സിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വാൻസ് ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജിയാണ്. അതുപോലെ തന്നെ അത്രമാത്രം നിങ്ങൾ വളരെയധികം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അത് തന്നെയാണ്. നിങ്ങൾ കടന്നു പോവുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളിലും. അല്ലേ? നിങ്ങൾ ബൈക്കിലോട്ടല്ല പോകുന്നത്, നിങ്ങൾ മുന്നോട്ടാണ് പോകുന്നത്. അവിടെ എന്ത് കാര്യമാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണോ, അതെല്ലാം തകർത്തിട്ട് നിങ്ങൾ മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകുന്നു. ഇനി നിങ്ങളുടെ മറ്റ് ജോലിക്കാര്യങ്ങളിലെ പ്രശ്നങ്ങളാണോ, അവിടെ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, അവിടെ നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇനി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകണോ, അത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് കിടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കടന്നു പോവുകയാണ് ചെയ്യുന്നത്. 6 ഓഫ് വാൻസ്, 6 ഓഫ് സോഡ്സ് വളരെ നല്ല എനർജിയാണ്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആരോ നിങ്ങളോട് സംസാരിക്കാനാവാം, അതുപോലെ തന്നെ നിങ്ങളോട് സ്നേഹം പറയാനായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കാനുള്ളതാവാം. എന്തോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൂരദേശത്തു നിന്നും ആരോ നിങ്ങളോടത് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സന്ദർഭങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളായാലും ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ലവേഴ്സ് വന്നിരുന്നതാണ്. ലവേഴ്സിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കണ്ടില്ലേ? ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള എനർജിയാണിത്. പരസ്പരം ചുണ്ടുകൾ കോർത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ലവ് സിമ്പൽ. ഇത് വളരെ വളരെ വലിയ ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഈ ഒരു സ്നേഹബന്ധം. അപ്പൊ ഈ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാനാവണം. പരസ്പരം അറിഞ്ഞുകൊണ്ട്
പരസ്പരം അറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തൻ്റെ പാർട്ട്ണറെ ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അവിടെ എന്താണ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഒരു പ്രശ്നവും അവിടെ നിൽക്കില്ല, അത് സോൾവ് ആയി കഴിയും. പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിയുണ്ട്, ആ ഒരു എനർജി ഇവിടെ ഉണ്ട്, ദൈവാനുഗ്രഹം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ കണ്ടില്ലേ, ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിച്ച കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരോട് വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇല്ലായിരിക്കണം. അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം തൊട്ട് അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചു. കാരണം എനിക്കത് വേണ്ടാത്ത ഒരു സ്വഭാവമാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിച്ചു. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇവിടെ. ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അതായത് ഒരു കിങ്ങിന്റെ എനർജിയിലേക്ക്, ഒരു ബുദ്ധിപൂർവ്വം പെരുമാറുന്ന, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് ഔദാര്യങ്ങളെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചില ജോലിക്കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കാനും, അവിടെ എന്താണോ വേണ്ടത് സന്മനസ്സോടുകൂടി സുബുദ്ധിയോടുകൂടി അവിടെ വേണ്ട കാര്യങ്ങളെ പ്രവർത്തിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കുന്ന എനർജിയിലേക്ക് വരുന്നുണ്ട്. ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെയും ഒന്ന് ലോ എനർജിയിലായിരുന്നിരിക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു കിങ്ങിൻ്റെതായ എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഹൈ എനർജിയിലേക്ക് വരുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത്. കണ്ടില്ലേ, 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. ആർക്കെങ്കിലും ഒക്കെ പല കാര്യങ്ങളിലും മാനസികമായ സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ മാനസിക സംഘർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളിപ്പോൾ ഒന്ന് ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ടാവാം. മനസ്സിലായി, നിങ്ങൾ സ്വയം വരുത്തി വെച്ച ഒരു വിനയാവാം ഇത്. നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ സഹായിച്ചോ, അല്ലെങ്കിൽ ആരോടെങ്കിലും വെറുതെ സ്നേഹം കൂടി പോയതാവാം. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നു. മനസ്സിലായി, നിങ്ങൾ വേണ്ട വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് ഉണ്ടാവാം. നിങ്ങളെ നിർബന്ധിച്ച് അതിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ടാവണം. അവിടെ നിന്നും കൂടുതൽ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേറെ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. അവിടെയും കൂടുതൽ അനുഭവിക്കുന്നത് നിങ്ങളാവാം. പല കാര്യങ്ങളും അതുപോലെ തന്നെ വഴക്കും ബഹളവും ഒക്കെ ഇടുക. അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഇവിടെ ഈ ഒരു എനർജി നിങ്ങൾ സ്വയം ഭയങ്കര മഴയാണ് ഇവിടെ കേട്ടോ. ഈ ഒരു എനർജി നിങ്ങൾ സ്വയം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മനസ്സിലായി, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? മഴ കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു എനർജി ഇത് നിങ്ങളുടെ എനർജിയാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും എന്താണ്, എപ്പോഴും നിങ്ങൾ കോൺഷ്യസ്നെസ്സിലാവണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് പ്രശ്നമാണ് ഇപ്പോൾ എന്നിലേക്ക് വന്നിരിക്കുന്നത്, മറ്റുള്ളവർ എന്താണ് എന്നിലേക്ക് ആരോപിക്കുന്നത്, എനിക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വീട് നല്ല നല്ല ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിടത്ത് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യണം. നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളുടേതായ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ, അതിനൊരു തുടക്കം കുറിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തേക്ക് ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്കുള്ള ഒരു യാത്രയാവാം. ഇത് നിങ്ങൾ തീരുമാനിച്ചതാണ്. ഇനി അതുമല്ല എങ്കിൽ എന്തിനെങ്കിലും നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം.
മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇനി ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച തീരുമാനിച്ച ഒരു കാര്യത്തിൽ. അതാണ് ഇവിടെ കാണും. ചിലപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ആരെങ്കിലുമൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് കടക്കുന്നുണ്ടാവാം. പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അതിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരും ഉണ്ടാവും, അതിൻ്റെ ഒരു തുടക്കത്തിന് വേണ്ടി. അങ്ങനെ ഒരുപാട് നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വളരെ നല്ല എനർജിയാണ്. കാരണം ഒരു പുതിയ തുടക്കമല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്? ഒന്നുകിൽ ഒരു യാത്രയാവാം, അതുമല്ല നിങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുന്നതും ആവാം. ഇവിടെ കണ്ടില്ലേ, 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറയെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ലഭിക്കും. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റിന്റെ സാമ്പത്തികമാവാം, അതുമല്ല എങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികമാവാം. ചിലപ്പോൾ ജോലി ചെയ്തതിന് ശമ്പളം കിട്ടാൻ ഉള്ള എനർജി ആവാം. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികം ലഭിക്കാൻ, ജോലി ചെയ്യുന്നതിൻ്റെതായ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാവാം. മനസ്സിലായി? വളരെയധികം പോസിറ്റീവായി ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിറഞ്ഞ സമ്പത്തിൻ്റെതായ ഒരു നിറഞ്ഞ എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഈ ഒരു എനർജി നിങ്ങളിൽ നിലനിർത്താൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുന്നു. കാരണം ആർക്കെങ്കിലും ഒക്കെ ഇന്ന് സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലരൊക്കെ നോക്കി നിൽക്കുകയാവാം. ചിലരൊക്കെ സമ്പത്തിന് വേണ്ടി, സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാവാം. ജോലി ചെയ്തതിന്റെ സാമ്പത്തികമാവാം. മനസ്സിലായി? ഇവിടെ ജോലി ചെയ്തതിന്റെ സാമ്പത്തികം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ശമ്പളം കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാവാം. ജോലി ചെയ്തതിന്റെ പ്രതിഫലത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം. അത് വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് ആത്മീയതയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മുന്നോട്ട് സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സിന്റെ എനർജി. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 8 കപ്പുകളുണ്ട്. 8 കപ്പുകളെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. 8 കപ്പുകൾ നിറയെ സ്നേഹമുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കും. നിങ്ങൾക്കിതിപ്പോൾ വേണ്ട. മനസ്സിലായി? നിങ്ങൾ നല്ല അവബോധത്തിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത് വേണ്ടെന്ന് വയ്ക്കുന്നു. കാരണം ഇതിൽ പലതും ടോക്സിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായി? എല്ലാവരും പ്രഷ്യസ് ആണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. മനസ്സിലായി? ഇന്നർ ഹാപ്പിനെസ് നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു എനർജിയിലേക്ക് വേണം കടക്കാൻ. ഇവിടെ ഇന്നർ ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അതാണ് വേണ്ടത്, നിങ്ങൾക്കത് ലഭിക്കും. ഇങ്ങനെയുള്ള എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക. കാരണം ഒരുപാട് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ എന്തിന് അടിമയെ പോലെ കഴിയണം? അവിടെ എന്താണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നത്? സ്വതന്ത്രരാവണം. മനസ്സിലായോ? മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ഒരിക്കലും എനിക്കത് പറ്റില്ല എന്ന് മനസ്സിലുള്ള ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചിന്തിച്ച് കൂട്ടാനേ പറ്റില്ല. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ വഴി കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായോ? അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. ഇന്നർ ഹാപ്പിനെസ് കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ കുറെ ആകുമ്പോഴെന്താണ്, ഡിവൈൻ തന്നെ ഇങ്ങോട്ട് കണക്ട് ആയിക്കൊള്ളും നിങ്ങളുമായിട്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഹാങ്ഡ് വുമൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ്. കാരണം എന്താണ് ഇപ്പോൾ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് എനിക്ക് നേടിയെടുക്കേണ്ടത് അറിഞ്ഞുകൂടാ. എനിക്ക് നേടിയെടുക്കേണ്ടതായ കാര്യത്തിൽ ഒരു തീരുമാനം, ഇനി എന്താണ് വേണ്ടത്, എങ്ങനെ അതിന് മുന്നോട്ട് പോകും.
കുഴങ്ങി നിൽക്കുകയാണ്, മനസ്സ് കുഴങ്ങുന്നുണ്ട്, തലയും കുത്തി നിൽക്കുകയാണ്. ചിന്തിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പല പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി. പല പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചിന്തിക്കുകയാണ്, എങ്ങനെ ഇനി മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊന്ന് ധ്യാനത്തിലിരിക്കുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് സൈലൻസിലിരിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു വേയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിന് സമാധാനമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടുന്നതാണ്. ധൃതി പിടിച്ച ഒരു ആക്ഷനും എടുക്കാൻ പാടില്ല, മനസ്സിലായി. ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, മനസ്സിലായോ. ഹൈ ഇമോഷൻസിലിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. അവിടെ ആ തീരുമാനം ശരിയാവില്ല. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും, മനസ്സിലായി. ഏത് വഴിയെ മുന്നോട്ട് വരണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.